സുഹൃതക്ഷയങ്ങളുടെ കറുത്ത മാനത്ത് ദൈവകൃപയുടെ സഹർഷവർണ്ണങ്ങൾ വാരിവിതറുന്ന യേശുനാഥന്റെ ഹൃദയത്തിന്റെ നിറവും കയ്യൊപ്പുമുള്ള നക്ഷത്രമാകണം ഞാനും നീയും. കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഒരു രാജകീയ മകുടവും. അതെ, തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവകരങ്ങളിലെ കിരീടമാകാൻ സുഹൃതങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെ അലങ്കരിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കരിക്കുളമച്ചന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ശിരസ് നമിക്കുന്നു. ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടം. കുലീനരും ദൈവഭക്തരും വിനയാനീതരും എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്നവരുമായ മന്നലോടി കരികുളത്തേൽ കോരാമറിയൻ ദമ്പതികളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവൻ. ആകർഷകമായ സംസാരം, വിനയാനീതമായ പെരുമാറ്റം, നിഷ്ഠയോടുള്ള പഠനം, തീഷ്ണവും കൃത്യവുമായ പ്രാർത്ഥനാ രീതികൾ, സത്യസന്ധത, മാതാപിതാക്കളോടും ഗുരുഭൂതരോടുമുള്ള വിധേയത്വം തുടങ്ങിയ സൽഗുണങ്ങളുടെ ഉടമ. തന്നെ ചെറുപ്പത്തിൽ തന്നെ പാവം വെടിഞ്ഞ് സുഹൃതപാതയിൽ സഞ്ചരിക്കാനും തീഷ്ണതയോടെ പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ ചെയ്യാനും കൊച്ചു സെബാസ്റ്റ്യൻ അതീവ ശുഷ്കാന്തി കാണിച്ചിരുന്നു. വന്ദനായ ബഹുമാനപ്പെട്ട കരികുളച്ചനെ പറ്റി 2 വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ മൈക്കിൾഗിരിയിലായിരുന്നപ്പോഴും കാന്തനിർമ്മലത്തിലായിരുന്നപ്പോഴും വർഷങ്ങളോളം അദ്ദേഹവുമായിട്ട് അടുത്തിടപെടുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എല്ലാ പാവപ്പെട്ടവരോടും മുതലാളിമാരോടും ധനവാന്മാരെന്നോ പാവപ്പെട്ടവരെന്നോ അന്യമതസ്ഥരെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരോടും വളരെ അനുകമ്പയും സ്നേഹവും കരുണയും കാണിച്ചിരുന്ന ഒരു പുണ്യപുരുഷനായിരുന്നു ബഹുമാനപ്പെട്ട കരികുളച്ചൻ. എവിടെ ആർക്കാവശ്യമുണ്ടെന്നറിഞ്ഞാലും തണുപ്പോ ചൂടോ ഒന്നും വകവയ്ക്കാതെ കാൽനടയായിട്ടും നടന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ആരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധരായിരുന്നു. മൈക്കിൾഗിരി മഠത്തിൽ ഞാനായിരിക്കുമ്പോൾ വർഷങ്ങൾ ഓർക്കുന്നു, അവിടെ ഒരിക്കലും ബഹുമാനപ്പെട്ട മിണക്കാട്ടച്ചൻ അവിടെ നിന്ന് പോകുമ്പോഴൊക്കെ കുർബാന മുടക്കാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. വന്ന് എല്ലാ ദിവസവും ഞങ്ങൾക്ക് കുർബാന ചൊല്ലിത്തരികയും ഉദാശപരമായ എല്ലാ കാര്യങ്ങളും നടത്തിത്തരികയും ചെയ്യുമായിരുന്നു. രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ചൂടോ തണുപ്പോ ഒന്നും നോക്കാതെ അദ്ദേഹം വന്ന് കുർബാനയും മറ്റു കാര്യങ്ങളും നടത്തി തന്നത് മറക്കാനൊന്നും ഒരു കാര്യമല്ല. 100 കുട്ടികളോടും അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട പിണക്കാട്ടച്ചൻ്റെ ആധ്യാത്മിക പിതാവും കുമ്പസാരക്കാരനുമായിരുന്നു. അവസാന നാളുവരെ അച്ഛനെ ഒത്തിരിയേറെ സഹായിച്ച ബഹുമാനപ്പെട്ട കരികുളച്ചനെ ഞങ്ങൾക്ക് മറക്കുവാനാവില്ല. ഞങ്ങളുടെ ഓർമ്മയിലൊന്നും അദ്ദേഹത്തെ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ആരോടൊന്നില്ലാതെ എന്ത് സഹായം ചെയ്യണമെങ്കിലും മുന്നോട്ടിറങ്ങിയിരുന്ന കരികുളച്ചനെ ഞങ്ങളുടെ സഭയിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. വിൻസെൻഷ്യൻ സന്യാസി സമൂഹത്തിലേക്ക്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനങ്ങൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ലോകവും ലൗകിക മോഹങ്ങളും ക്ഷണികമാണെന്നും അനശ്വരമായ സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കേണ്ടവനാണ് താനെന്നും ഉറച്ച ബോധ്യമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ ലിസുവിലെ വിശുദ്ധ ദേശിയെപ്പോലെ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ തനിക്ക് സ്വന്തമായിരുന്നതും സ്വന്തമാക്കാമായിരുന്നതുമായ സകലതിനെയും വേണ്ടെന്ന് വെച്ച് 1950 ഏപ്രിൽ മാസത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ സ്ഥാപിച്ച വിൻസെൻഷ്യൻ സന്യാസി സമൂഹത്തിൽ അംഗമായി. 1951 മെയ് 21 ആദ്യ വ്രതവാഗ്ദാനം നടത്തിയ ബ്രദർ സെബാസ്റ്റ്യൻ 1960 മാർച്ച് 11 എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് അഭിവന്ദ്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി കർത്താവിന്റെ പുരോഹിതനായി വേർതിരിക്കപ്പെട്ടു.
കരിവിളച്ചനോടൊപ്പം 5 വർഷം ജീവിച്ചത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛനുമായിട്ട് ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും പിന്നെ അച്ഛനെ മറക്കാൻ സാധിക്കുകയില്ല. അതാണ് അച്ഛൻ്റെ സ്നേഹം. അച്ഛൻ്റെ സ്നേഹത്തിന് പല പ്രത്യേകതയുണ്ട്. ഒന്നാമതായി അത് നിഷ്കളങ്ക സ്നേഹമാണ്. അതിൽ കാപട്യമില്ല, സ്വാർത്ഥതയില്ല. അത് കൊടുക്കുന്ന സ്നേഹമാണ്. പേരിനോ പെരുമയ്ക്കോ ലാഭത്തിന് വേണ്ടി അച്ഛനൊന്നും ചെയ്യാറില്ല. ആ നിഷ്കളങ്ക സ്നേഹമാണ് അച്ഛൻ്റെ സ്നേഹത്തിന് അതിർത്തിയില്ലാന്ന് കാണുന്നത്. ജാതിയുടെ അതിർത്തിയില്ല, മതത്തിൻ്റെ അതിർവരമ്പില്ല, ഭാഷയുടെ അതിർത്തിയില്ല. ഈ അതിർത്തിക്ക് അപ്പുറമാണ് അച്ഛൻ്റെ സ്നേഹം പോകുന്നത്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ അച്ഛന് സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് വിശാല ഹൃദയത്തിൻ്റെ ഉടമയാണ് അച്ഛൻ. അതിൽ സ്വാർത്ഥത ഒട്ടുമില്ല. ഈ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹയോഗ്യമല്ലാത്തതിനെയാണ് അച്ഛൻ സ്നേഹിക്കുന്നത്. ലവ് ദ അൺലവബിൾ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഭയ ട്രസ്റ്റ്. സ്നേഹയോഗ്യമല്ലാത്തതിനായി അച്ഛൻ സ്നേഹിക്കുന്നത്. യേശു തന്നെയാണ് പഠിപ്പിച്ചത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് എന്ത് പ്രയോജനം. അതുമാത്രമല്ല, ടച്ച് ദ അൺടച്ചബിൾ. തൊടാൻ പറ്റാത്തവർ അച്ഛൻ തൊടുകയല്ല ചെയ്തവർ ആശ്ലേഷിക്കുകയാണ് ചെയ്തത്. ഫൊർഗീവ് ദ അൺഫൊർഗീവബിൾ. ക്ഷമിക്കാൻ പറ്റാത്തവർ ക്ഷമിക്കുക. ഇതെല്ലാം കരിവിള അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ആ സ്വന്തം ജീവിതത്തിലൂടെ അച്ഛൻ പ്രാവർത്തികമാക്കി. ഞാൻ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. എല്ലാവരുടെയും ചുണ്ടിൽ നിന്നും ഒരേ മന്ത്രമാണ് കേൾക്കാൻ സാധിച്ചത്: വിശുദ്ധനായ അച്ഛൻ, വിശുദ്ധനായ അച്ഛൻ. സഭ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ജനത്തിൻ്റെ മനസ്സിൽ അച്ഛൻ വിശുദ്ധനാണ്. എൻ്റെ മനസ്സിൽ അച്ഛൻ വിശുദ്ധൻ തന്നെയാണ്. ആത്മീയ ആചാര്യൻ. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടി ഉണ്ടായിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് കരങ്ങൾ ഉയർത്തി നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് തൻ്റെ ദൗത്യ നിർവഹണത്തിന് ആരംഭം കുറിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ അവിഭജിത കോതമംഗലം രൂപതയിലെ പൊന്മുടി, പണിക്കൻകുടി, പന്നിയാർകുട്ടി, എല്ലയ്ക്കൽ, മറയൂർ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വാഗേരി, വാളവയൽ എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ക്രിസ്തുനാഥന്റെ ഹൃദയഭാവങ്ങൾ സ്വന്തമാക്കിയ ഈ വൈദിക ശ്രേഷ്ഠൻ സ്വന്തം ഉന്നമനത്തെക്കാൾ സമൂഹത്തിന്റെ പുരോഗതിക്കായി അഹോരാത്രം പരിശ്രമിച്ചു. രാത്രിയുടെ യാമങ്ങൾ തിരുസംക്രാരിക്ക് മുൻപിൽ ചിലവഴിച്ച് അവിടെ നിന്നും സ്വന്തമാക്കിയ കൃപയുടെ നിറവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയ ബഹുമാനപ്പെട്ട കരികുളമച്ചൻ പള്ളികൾ, പള്ളിക്കുടങ്ങൾ, കപ്പേളകൾ, അനാഥശാലകൾ തുടങ്ങിയവ നിർമ്മിച്ച് സമൂഹ സമുദ്ധാരണത്തിനു വേണ്ടി അക്ഷീണം യത്നിച്ചു. അച്ഛന്റെ സ്നേഹവാത്സ്യങ്ങൾ അനുഭവിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഒരേ സ്വരത്തിൽ ഏറ്റുപറയും, ഞങ്ങളുടെ അച്ഛൻ ജീവിക്കുന്ന വിശുദ്ധനാണ് എന്ന്. ജീവിതഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി തന്റെ പക്കലേക്ക് വരുന്ന ആത്മീയ മക്കളെ ദൈവാനുഭവത്തിന്റെ നിറവായി ആത്മീയ സന്തോഷത്തിന്റെ വക്താക്കളായി തിരികെ അയക്കുന്ന പുണ്യതാതൻ. എനിക്ക് ഇവിടെ നിന്ന് ആ അച്ഛൻ്റെ നന്മയെപ്പറ്റി ഒന്ന് പറയുവാനുള്ളൊരു അവസരം കിട്ടുക എന്നുള്ളത് വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. കാരണം ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വരുമ്പോഴത്തേക്കിന് നമ്മുടെ കരിക്കുളച്ചൻ ഇവിടെ അന്ന് ഇടവപ്പള്ളിയില്ല. ഈ ആശ്രമമായിരുന്നു അന്ന് ഇടവകയായിട്ട് നമ്മൾ ഇടവക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്നെ വന്ന ഉടനെ തന്നെ കരിക്കുളച്ചൻ ഇവിടുത്തെ സഹായിയായി കപ്പ്യാരായിട്ട് നിയോഗിച്ചു. അങ്ങനെ ഞാനും അച്ഛനുമായിട്ട് ഏതാണ്ടൊരു 18 വർഷം നിരന്തരമായി ഒന്നിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യമുണ്ട്.
അച്ഛൻ പല പ്രാവശ്യം പോയിട്ടാണെങ്കിലും വീണ്ടും വീണ്ടും ആശ്രമത്തിലേക്ക് വരിക. ഇടവപ്പള്ളി അന്ന് ആശ്രമം ആണെങ്കിലും ഇടവപ്പള്ളിയിലേക്ക് വികാരിയായിട്ട് തന്നെയാണ് വരുന്നത്. അന്നും ഞാൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ അച്ഛന്മാരുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു അവസരം ആ കപ്പ്യാരി ജോലി കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ കരിക്കുളം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരച്ഛനായിട്ടല്ല ഈ സമൂഹം കണ്ടിരുന്നത്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് മാമോദീസയുടെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു 2 പോക്കറ്റിലും ഒരു പോക്കറ്റ് കാശ് രൂപവും ഒരു പോക്കറ്റ് മുട്ടായി ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന കാണുമ്പോൾ ഏറ്റവും വലിയ റൗഡീസ് വരെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവർ വരെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പുന്ന വലിയൊരു രംഗം എൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ പിടിച്ചു കൊടുക്കിയിട്ടുണ്ട്. ആധ്യാത്മിക ചൈതന്യം അവിടെ നിന്ന് എനിക്ക് ആരംഭിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥനാരൂപിയുള്ള ആളൊന്നും അല്ലായിരുന്നെങ്കിലും പക്ഷേ അച്ഛൻ്റെ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർ അച്ഛനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കും, വിശുദ്ധനായി ഇപ്പം തന്നെ ജീവിച്ചു പോവുകയാണോ ഈ അച്ഛൻ? അഞ്ചുനാടിൻ്റെ അജപാലകൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുനാഥൻ്റെ ആഹ്വാനം ശിരസാ വഹിച്ച് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ മറയൂരിലേക്ക് വരികയും 1992 മുതൽ 1998 വരെ മറയൂർ ആശ്രമ സുപ്പീരിയറായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഈ നാട്ടിൽ അച്ഛൻ്റെ പ്രവർത്തനം ജാതിമത ഭേദമന്യേ സാധാരണക്കാരുടെ ഇടയിൽ കയറി പ്രവർത്തിക്കുവാൻ അച്ഛനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അറിയാമോ, പൊതുവേദിയിൽ പല കാര്യങ്ങളിൽ അച്ഛനുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അച്ഛനെ നാടിന് വേണ്ടി ചെയ്ത സംഭാവനകൾ, പ്രത്യേകിച്ച് അഭയ ട്രസ്റ്റ് പോലുള്ള ആതുരാലയങ്ങളിൽ ഇന്നും സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ ഇന്ന് വരെ മറ്റുള്ളവർ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ അതിലൂടെ ചെയ്യാൻ കഴിയും. അത് നടത്തിക്കൊണ്ടു പോകുവാനും അതിലിരിക്കുന്ന ആൾക്കാരെ അനുഗ്രഹിക്കുവാൻ അച്ഛനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നത് ആ ഒരു ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൂടി തന്നെയാണ്. അച്ഛനൊരു പള്ളി വിഹാരിയോ എന്നുള്ള രീതിയിലല്ല ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഇടയിൽ അച്ഛൻ ഏത് വിവാഹത്തിൽപ്പെട്ടാന്ന് പോലും സാധാരണക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പുണ്യപുരുഷനെ കാണണമെങ്കിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ മറയൂർ മണ്ണിൽ നിന്ന് ഒരു പുണ്യപുരുഷൻ വളർന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച അദ്ദേഹത്തിന് ഒരു വിശുദ്ധനായിട്ട് വീണ്ടും വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലുന്നു. 1997 സഭാ അധികാരികളുടെ അനുവാദത്തോട് അശരണരും ആരോരുമില്ലാത്തവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ മാനസിക രോഗികളുടെ സംരക്ഷണ ചികിത്സാർത്ഥം അഭയ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത ഒരു കർമ്മയോഗിയാണ് സെബാസ്റ്റ്യൻ അച്ഛൻ. എൻ്റെ കുഞ്ഞാളിൽ അച്ഛനെക്കുറിച്ച് എന്താ പറയുക, അച്ഛൻ കാണുമ്പോൾ എപ്പോഴും പോക്കറ്റിൽ മിഠായിയൊക്കെ ഇട്ടിട്ട് മൈക്കിളേരി പള്ളിയിലും മൈക്കിളേരി ആശ്രമത്തിലും ഓരോ ആശ്രമങ്ങളിലും ഓരോ ഗവൺമെൻറ്റിലും കുർബാനയെല്ലാം പോകുമ്പോഴും അല്ലാതെ ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും അച്ഛനൊരു കുപ്പിയൊക്കെ വെച്ചിട്ട് പോക്കറ്റിൽ മിഠായിയൊക്കെ ഇട്ട് എപ്പോഴും നടക്കും. ഇതിലേക്ക് നടക്കും. ആര് പിള്ളേരെ കണ്ടാലും ആരെ കണ്ടാലും ഞങ്ങളെപ്പോലെ ആൾ കണ്ടാലും ചില്ലറ കണ്ടാലും വാങ്ങി വന്ന് വിളിച്ചിട്ട് അവർക്ക് ആവശ്യം മിഠായിയൊക്കെ എടുത്തു കൊടുത്ത് അച്ഛൻ എല്ലാവരും സ്നേഹിച്ച്, അച്ഛനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. അങ്ങനെ സ്നേഹിച്ചു കൊണ്ടുവരുന്നത്. അതിനകത്ത് ഈ നാട്ടുകാരെ സ്നേഹിച്ചു. ഞങ്ങളുടെ ഇടവപ്പള്ളി ആശ്രമത്തിലായിരുന്നേ പോലും ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു ഇടവപ്പള്ളി വേണമെന്ന് അതിനുവേണ്ടി അച്ഛൻ ഒത്തിരിയോ കാര്യങ്ങൾ ബുദ്ധിമുട്ടി. അതിനകത്ത് അച്ഛൻ്റെ സഭയിൽ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അന്ന് ഇതൊരു നല്ലൊരു പാഠമായിട്ട് വരുന്ന സ്ഥലമാണ്. എന്നിട്ട് അച്ഛൻ ആ സ്ഥലം മാറ്റി ഇവിടെ കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു പുതിയ ദേവാലയം, ഒരു ഇടവകപ്പള്ളി ആദ്യമായിട്ട് അച്ഛൻ്റെ അതിനുമുമ്പ് ഞങ്ങൾ ആശ്രമത്തിലാണ് കുർബാന കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അച്ഛനോട് ഒരു ഇടവപ്പള്ളി കൊണ്ട് തരികയും അതുപോലെ ഈ നാട്ടിലെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഒത്തിരി പ്രവർത്തനം, അതിന് ഉദാഹരണമായിട്ട് ഇവിടെ ജോജി ചേട്ടൻ ഈ പാവങ്ങളെ റോഡിൽ കൂടെ റോഡിൽ നടക്കുന്ന ആളുകളെ വിളിച്ച് ഒരു ഘട്ടത്തിൽ അത്യാവശ്യം ഭക്ഷണവും കൊടുത്ത് കുറച്ച് ദിവസം കൊണ്ടുവരുന്നപ്പോൾ അച്ഛൻ അത് പറഞ്ഞു, അങ്ങനെ നമുക്ക് ചെയ്താൽ പോരാ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്കിയെടുക്കണം, നമുക്കൊരു ടെസ്റ്റ് ആക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടുത്തെ അത്യാവശ്യം പറയക്കുട്ടിച്ചൻ മുതലാളിയെ പോലെ കുറേ ആൾക്കാരെയും കൂടെ ഉൾക്കൊള്ളിച്ച് അച്ഛൻ്റെ മാത്രം ശ്രമത്തിൽ അത് അത്രയും വലുത രീതിയിൽ ഒന്ന് ആക്കി. ഇപ്പം ഒത്തിരി ജനങ്ങൾ അലിഞ്ഞ് നടക്കുന്ന ഒത്തിരി പാവപ്പെട്ടവരെ
ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരി സഹായിച്ചു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അഭയാസ് ട്രസ്റ്റിൻ്റെ പണിയൊക്കെ എനിക്ക് തന്നു. ഞാൻ ആരംഭകാലത്ത് ഞാൻ കുറേ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇത്രത്തോളം വലിയൊരു സ്ഥാപനമായിട്ട് മാറുകയും ഒത്തിരി പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ചെയ്ത ഒരു അനുഗ്രഹം അച്ഛനുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്താഗതി, ദീർഘവീക്ഷണത്തോടു കൂടി ആണ് അച്ഛൻ. ദീർഘവീക്ഷണത്തോട് ഒത്തിരി മുമ്പേ കണ്ട് ഒത്തിരി കാലം ദീർഘവീക്ഷണം അച്ഛൻ കണ്ടുകൊണ്ടാണ് ഒത്തിരി പേർക്ക് വേണ്ടി സഹായിക്കാനുള്ള ചിന്താഗതി അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്തായാലും ഒത്തിരി ഈ മറയൂർ പ്രദേശത്ത് അച്ഛൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 80-85 കാലഘട്ടങ്ങളിലും അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വരികയും ചെയ്തു. 2 പ്രാവശ്യം അച്ഛനിവിടെ ഈ ആശ്രമത്തിലുണ്ടെങ്കിലും ആ നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആദ്യം വന്നപ്പോൾ കുറേ പാവങ്ങൾക്ക് സ്ഥലം കൊടുക്കുകയും ചുമ്മാ വീടില്ലാത്ത സ്ഥലങ്ങൾക്കും വീടും കുടിയില്ലാത്ത ആളുകൾക്ക് ഒത്തിരി സ്ഥലം കൊടുക്കുകയും ഒത്തിരി സ്ഥലം വീട് വയ്ക്കാനുള്ള സഹായിക്കുകയും ഒക്കെ ചെയ്തു. അവർ ഒത്തിരി നല്ല കാര്യം ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു അച്ഛൻ. അതുകൊണ്ട് ഈ മറയൂരിലെ എല്ലാ മനുഷ്യരും, ക്രിസ്ത്യൻസ് മാത്രമല്ല ഹിന്ദുക്കളും അല്ലാത്ത എല്ലാ മതസ്ഥർക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ, കരുളാച്ചൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ മനസ്സിൽ കാണപ്പെട്ട ഒരു വിശ്വാസം. അച്ഛനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം ദൈവത്തിനോട് തോന്നും. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷനെ പോലെ നമ്മൾ കാണുന്ന ആ ഒരു വിശ്വാസമാണ് അച്ഛനിലൂടെ ഞങ്ങൾ കാണുന്നത്. നന്ദി. ഇന്നത്തെ സെൻറ് മേരീസ് ചർച്ച് സഹായഗിരി അഞ്ചുനാടിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ ശില്പി സെബാസ്റ്റ്യൻ കരികുളം അച്ഛനാണെന്ന് ഏവർക്കും നിസ്സംശയം പറയാൻ സാധിക്കും. അശരണരുടെയും ആലംബഹീനരുടെയും അത്താണിയായ അച്ഛൻ ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കാൻ മാത്രമല്ല അവരുടെ ആശ്രയമാകാനും എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് സഹായഗിരി ചർച്ചും അഭയ ട്രസ്റ്റും. വില്യച്ചനിവിടെ ജീവിച്ചിരുന്ന കാലത്തോളം ഇവിടെയുള്ള ജനങ്ങളെല്ലാം വില്യച്ചനൊരു പുണ്യപ്പെട്ട വൈദികനായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനിയുള്ള കാലങ്ങളിലും അതായത് ഇപ്പം നമ്മളിൽ നിന്ന് വേർപെട്ട് പോയെങ്കിൽ തന്നെയും അതൊരു വിശുദ്ധനാക്കിയിട്ടില്ലെങ്കിൽ തന്നെയും ഉണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ എന്നും നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വലിയ ഒരു പുണ്യവാനായിട്ട് തന്നെ തീരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തന്നെ. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആണ് ആഗ്രഹം. മാത്രമല്ല സഹായഗിരി പള്ളിയുടെ കീഴിലുള്ള നാച്ചുവയിൽ, പള്ളനാട്, ആനക്കാൽപ്പെട്ടി എന്നിവിടങ്ങളിലെ 3 കപ്പേളകളും സെബാസ്റ്റ്യൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ്. അതോടൊപ്പം സഹായഗിരി, പള്ളനാട്, മൈക്കൽഗിരി, പയസ് നഗർ, കാന്തല്ലൂർ മുതലായ സ്ഥലങ്ങളിലുള്ള മഠങ്ങളിൽ ദിവ്യബലി അർപ്പിക്കുകയും ഈ പ്രദേശങ്ങളിലെ അജപാലക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കരിങ്കുളം അച്ഛനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ഈ നാടിനും നമ്മുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ ഏരിയയ്ക്കും 1980 മുതൽ എനിക്കറിയാം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ നാടിനും ഈ ഇടവകയ്ക്കും വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയ ജീരകമിഠായി ആയിട്ട് ഞങ്ങൾക്ക് വലിയവർക്ക് തന്നെയും ജീരകമിഠായി, കാശ് രൂപ അങ്ങനെയുള്ളതൊക്കെ തന്നു. ഒരു ഞായറാഴ്ച പോലും അച്ഛൻ ഇവിടെ ഈ ഏരിയയിൽ വരാതെ, ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഗോതമ്പും എണ്ണയൊക്കെ തന്ന് റോഡ് വെട്ടിച്ച് ആദ്യം കാളവണ്ടി വരികയും പിന്നെ അതിന് ശേഷമാണ് ഇവിടെ വഴി, പഞ്ചായത്തിൻ്റെ റോഡ്, ഈ ഏരിയയും കുടിയിലെ ഓരോ ആദിവാസി കുടികളിലും പോയി ജീരകമിഠായി, കാശ് രൂപം അങ്ങനെയൊക്കെ കൊടുത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ ഏരിയയ്ക്കും ജീവിതത്തിൽ അത് വിശുദ്ധം തന്നെയാണ്. ഇനി സഭ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ വിശുദ്ധം തന്നെയാണ് അച്ഛൻ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മോന്, എൻ്റെ മോള് എല്ലാം ഈ അച്ഛൻ കൊണ്ടുപോയി തലയാക്കി പിടിച്ച് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കിവിടെ ആദ്യം ഒരു കുടിശായിട്ട് ഞങ്ങൾ താമസിക്കുന്ന കാലങ്ങളിൽ ഇന്നടുത്ത് നിങ്ങൾ വീട് വെച്ച് വലിയ ആൾക്കാരാകുമെന്ന് പറഞ്ഞ് അതേ സ്ഥലത്താണ് ഈ വീടിരിക്കുന്നതും. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഇന്ന് വരെ അച്ഛനെ ഒരു ദിവസമെങ്കിലും ഓർക്കാത്ത ദിവസമില്ല. ഇന്നും എൻ്റെ കാശ് രൂപ എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജീരകമിഠായിയാണ് അച്ഛൻ്റെ മെയിൻ. ഏത് പിള്ളേരെ കണ്ടോട്ടെ, ഏത് മൂക്കൊലിച്ച പിള്ളേരെ കണ്ടാലും ശരി, ഈ അച്ഛൻ ഒരു മുട്ടായി എടുത്താൽ പോക്കറ്റിൽ നിന്ന് കൊടുക്കാതെ നമ്മളെ പോലുള്ളവരെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ഒരു കാശ് രൂപം തന്നു തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ മക്കൾ ഈ മഞ്ചനാട്ടിലില്ല. ഈ ഏരിയ ഞങ്ങളുടെ ഏരിയയിലും ഇല്ല. ഇവിടെ ഒത്തിരി പേർക്കും മറ്റുള്ള ജാതിക്കാർക്കും ആദിവാസികൾക്കും എല്ലാം എല്ലാ തരത്തിലും വിശുദ്ധം തന്നെയാണ്. സ്നേഹം, ത്യാഗം, ധീരാനുകമ്പ, പ്രാർത്ഥനാ ചൈതന്യം, വിനയം ഇത്യാദി പുണ്യങ്ങളാൽ നിറഞ്ഞ് അനേകർക്ക് ആത്മജ്ഞാനത്തിനുള്ള
വഴി കാണിച്ചു കൊടുത്ത സെബാസ്റ്റ്യൻ അച്ഛൻ 2010 മാർച്ച് 11 തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. നിത്യതയുടെ തീരങ്ങളിലേക്ക് തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ച, അധരങ്ങളിൽ ദൈവസ്തുതി കീർത്തനങ്ങളും ഹൃദയത്തിൽ ദൈവസാന്നിധ്യ സ്മരണയുമായി 89 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അനേകരെ ക്രിസ്തുനാഥനിലേക്ക് ആനയിച്ച ഈ പുണ്യാത്മാവ് തൻ്റെ ദിവ്യനാഥൻ്റെ മുഖം ദർശിക്കുവാനും വാനവ വൃന്ദത്തോടൊപ്പം അവിടുത്തെ ആരാധിക്കുവാനുമായി 2019 ഫെബ്രുവരി 1 സ്വർഗീയ ആരാമത്തിലേക്ക് യാത്രയായി. ഈ വന്ധ്യനാഥൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി വൈദികരും സന്യസ്തരും നാനാജാതി മതസ്ഥരും ആ വിശുദ്ധ മുഖം അവസാനമായി ദർശിക്കാനായി എത്തിച്ചേർന്നു. ഫെബ്രുവരി 2 അടിച്ചിറ പരിത്രാണ ഭവനിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് വിൻസെൻഷ്യൽ സഭാംഗമായ അഭിവന്ദ്യ മാർ മാത്യു വാണിക്കിഴക്കേൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭൗതികദേഹം അടിച്ചിറ ആശ്രമത്തിലെ സഭാകല്ലറയിൽ സംസ്കരിച്ചു. ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം കീഴടക്കുന്നതിനേക്കാളും ശ്രേഷ്ഠനത്രേ. അതെ, സ്നേഹവും ക്ഷമയും വാത്സല്യവും അതിലുപരി അത്യഗാധമായ ദൈവസ്നേഹവും കൈമുതലാക്കി അനേകർക്ക് മാർഗദർശിയായ ഈ പുണ്യപിതാവിനെ നമുക്കും നമ്മുടെ ജീവിത വഴികളിൽ മാതൃകയാക്കാം.